എല്ലാവർക്കും നമസ്കാരം. എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ദോശയും പുട്ടൊക്കെ മാറി മാറി ഉണ്ടാക്കല്ലേ? അപ്പോൾ ഒരു മാറ്റം എപ്പോഴും നല്ലതാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ മാറ്റത്തിൻ്റെ ഉത്തരവാദി ഈ കറുത്ത കടലയാണേ. കറുത്ത കടല, തൊലി കൂടുതലുള്ള കടല എന്നൊക്കെ പറഞ്ഞ് ഈ കടലേനെ നമ്മൾ ഇടയ്ക്കെങ്കിലുമൊക്കെ കുറ്റം പറയാറുണ്ടല്ലേ? എന്നാൽ ഇന്ന് ഉണ്ടാക്കുന്ന ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ കടല കൊണ്ടാണ് കേട്ടോ. കടല ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഇതുപോലെ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ആ ജാറിൽ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. കടല മാത്രമാകുമ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഈ അരിപ്പൊടിയും കൂടി കൂട്ടുമ്പോൾ അതിനൊരു ബൈൻഡിങ് വന്ന് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. അരിയും കടലയും മാത്രം പോരാട്ടോ, സ്വാദ് കൂടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ വരണേ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച സവാള, പച്ചമുളക്, ചുമന്ന മുളക്, കറിവേപ്പില, തേങ്ങ ചിരവിയത് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത്. അങ്ങനെ ചതച്ച് കൊണ്ടുവന്ന ഈ മിക്സ് കടലയും അരിയും കൂടിയുള്ള മിക്സിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലുള്ളതൊക്കെ കഴുകി അങ്ങോട്ട് ഒഴിച്ച ശേഷം ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ സ്വാദിൻ്റെ മെയിൻ ആളും കൂടി വന്നു, കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മാവ് ഒരുപാട് ലൂസൊന്നും ആവണ്ട കേട്ടോ. ഈ അപ്പാണെങ്കിൽ കുറച്ച് കട്ടിക്കായിരിക്കുക കേട്ടോ, അപ്പോഴാണിത് ടേസ്റ്റ്. അങ്ങനെ കടലയപ്പം ചൂടാൻ വേണ്ടിയിട്ട് ദോശച്ചട്ടിയൊക്കെ നന്നായി ചൂടാക്കി എണ്ണയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി ഇതാ ഒരു കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ പരത്തണ പോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. നല്ല ഷേപ്പിൽ തന്നെ വരും കേട്ടോ, നല്ല ദോശയായിട്ടും കിട്ടും, പക്ഷെ കുറച്ച് കട്ടി ഉണ്ടാവും. അങ്ങനെ പരത്തി കഴിഞ്ഞാൽ എണ്ണയൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മുകളിൽ കൂടെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ, ടേസ്റ്റ് കൂടാൻ. എന്നിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ചില സമയത്ത് ഈ മറിച്ചിടൽ ഒരു സാഹസികത തന്നെയാണല്ലേ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അവർ കഴിക്കില്ല, അവർക്ക് പൊട്ടാത്ത അപ്പം തന്നെ വേണം. എന്തായാലും ഇന്ന് പൊട്ടാത്ത അപ്പത്തിനെടുത്തിട്ട് നമുക്ക് അടുത്ത ചട്ടിയിലേക്ക് ഇടാം. ആ ചട്ടി ഇതുപോലെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 2 ചട്ടി വെച്ചാൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റൂ കേട്ടോ. ഈ അപ്പമൊക്കെ ഒന്ന് മുരിഞ്ഞിരിക്കണതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പം മുരിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറ്റൊരു ചട്ടിയിലേക്ക് ഇട്ടത്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ അപ്പത്തിനെ നന്നായി മുരിയിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.